വേഗാവട്ടെ. ഇതെങ്ങോട്ടേക്കുള്ള റോഡാടാ കാർത്തികേയ? കൊച്ചിയിലേക്കാ. നല്ലോണം ബടുത കെട്ടി വിട്ടേക്കണം കേട്ടോ. എപ്പോഴാ മഴ വരിക എന്ന് പറയാൻ നോക്കിയ. വൈകിട്ട് ധൃതിയില്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് വരുമോ? ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ നോക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ കഴിഞ്ഞ തവണ നമ്മൾ കൊച്ചി കയറ്റ ചരക്കിൽ നീ മോശ സാധനങ്ങൾ എന്തെങ്കിലും കയറ്റി വിട്ടായിരുന്നോ? മുന്തിയത് തന്നെയാണ് കയറ്റി വിട്ടത് മുതലാളി. ഉറപ്പാണോ? ഞാൻ തന്നെയല്ലേ കയറ്റി വിട്ടത്. അപ്പൊ കാശ് തരാതിരിക്കാനുള്ള തരകന്റെ അടവാ. അവന്റെ കുട്ടിന് പിടിച്ച് കാശ് മേടിച്ചോണം. മുതലാളി ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ. കാർത്തികേണ്ട ഉറപ്പല്ലോടാ, പിന്നെ എന്തോന്ന് ആലോചിക്കാൻ. കാശും കണക്കുമൊക്കെ ആയിട്ട് ഒത്തു പോവും ഇല്ലയോടാ? ആ മുതലാളി. എന്താണ് ഈ പറയണത്? മുതലാളി തന്നെയല്ലേ പറഞ്ഞേക്കണത് കാശിന്റെ കാര്യത്തിൽ സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കാൻ പാടില്ല. അതൊക്കെ ശരിയാ, പക്ഷെ ഇവനെ എനിക്ക് വിശ്വാസമാ. പിന്നെ കാർത്തികേയ, നമ്മൾ ആ തൃശ്ശൂർക്ക് വിട്ട ചരക്കിന്റെ കാശ് കിട്ടണ മട്ടില്ല. ഒന്ന് വിരട്ടിയേച്ചാന്നേലും വേണ്ടൂല, അവന്റെ കാശ് മേടിക്കണം. അതിന് നീ തന്നെ പോണം. ആയിക്കോട്ടെ. ആട്ടെ, കാശ് വല്ലതും വേണമെന്ന് മേടിച്ചോണം. 1-2 ദിവസം അവിടെ തങ്ങിയേച്ചാന്നേലും വേണ്ടൂല, കാര്യം നടത്തിയേ വരാവും. ശരി, ഞാൻ ചെന്നോട്ടെ. അവനെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കണോ? ആര് വിശ്വസിക്കുക? പക്ഷേ അവനെ നമ്മുടെ കൂടെ നിർത്തണം. അതിനിടക്കിടക്ക് ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാ. പിന്നെ വേറെ കാര്യം ഉണ്ടടാ. ബുദ്ധിമാനാണേ. പാതിരാക്കി കെട്ടുടങ്ങണത് നീ എന്റെ നാട്ടി എണ്ണ നോക്കി പേർപ്പിക്കണത്. ഇതേ തള്ളേ, നിങ്ങൾക്കിത് എന്നാത്തിന്റെ കേടാണ്? ഉള്ള ചാരായം മുഴുവനും വലിച്ചു കയറ്റി വെച്ച് മനുഷ്യനെ മെക്കിട്ട് കയറാ. എന്നെ കൊണ്ട് എന്തിനു കൊള്ളാടി? നാശം, ഒന്ന് പോയി കിടക്കന്റെ തള്ളേ. ഞാൻ പറയണതാണോടി കുഴപ്പം? എടേ, നീ ആരെ കാണിക്കാനാണ് ഈ ചന്തം ചേർത്തുന്നതെന്ന് എനിക്കറിയാം. അവ മുതുക്കന കാർത്തികേയൻ. മുതലാളിനെ അടിവലിച്ച് അവൻ നല്ല കാശുണ്ടാക്കുന്നുണ്ട്. മനസ്സ് വെച്ച അതിലൊരു പങ്ക് വെടുത്തും. അതിനെ ഒരുക്കം മാത്രം പോരടി ഒരുമ്പട്ടുള്ളേ. മുടുക്ക് വേണം, മുടുക്ക്. നിങ്ങൾക്ക് നാണമില്ലേ തള്ള ഇങ്ങനെ തൊള്ള തുറക്കാൻ? അവളൊരു ശീലാവതി. അവൻ വരത്തില്ലടേ, വരത്തില്ല. അതിന് ചില ടെക്നിക്കൊക്കെ വേണം. ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാടി. ഈ തള്ളേനെ ഞാൻ ഇന്ന് കൊല്ലും. അകത്തെങ്ങാനും പോയി കിടക്കന്റെ തള്ളേ. എന്റെ ഒരു തലവിധി.
വെള്ളം മതി വെള്ളം മതി. നമസ്കാരം മുതലാളി. ഓ നമസ്കാരം നമസ്കാരം. ആരായി വന്നിരിക്കുന്നത്? എടാ ദാസ ഒരു കസേര ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാടാ പോയി. ഓ ഒരു ആവശ്യത്തിന് നോക്കി അവനെ കാണുകയല്ല. ആ കൊണ്ടുപോവാ ആ അങ്ങോട്ട് ഇരുന്നാട്ട്. എന്താണാവോ ഈ വഴിക്കൊക്കെ? ആവശ്യമുള്ളപ്പോഴല്ലേ ഇങ്ങോട്ടൊക്കെ വരേണ്ട കാര്യമുള്ളൂ മുതലാളി. ആവശ്യം എന്താണെന്നങ്ങ് പറഞ്ഞാൽ പോരെ, അങ്ങോട്ട് എത്തിക്കത്തില്ലയോ? നേരിട്ട് കണ്ടു പറയേണ്ട ഒരു കാര്യമാണ്. വേണ്ടടാവുകയെ, സാറ് കുടിക്കത്തൊന്നുമില്ല, വലിയ മദ്യവിരോധിയാ. അപ്പൊ ഇത്തവണ ഏതാണ്ട് ഗൗരവമുള്ള കാര്യത്തിനായി വരവല്ലയോ? അതെ, വേറെ ഒന്നുമല്ല, ഇവിടുത്തെ തൊഴിലാളികളുടെ കാര്യമാണ്. മറ്റു കമ്പനികളിലെ മുതലാളിമാരെല്ലാം തൊഴിലാളികളുടെ കൂലിയും ആനുകൂല്യം കൂട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോഴും പഴയ കൂലിയും ആനുകൂല്യമാണ് കൊടുക്കുന്നത്. അതിനൊരു മാറ്റം വേണ്ടേ? മറ്റുള്ള മുതലാളിമാരെ പോലെ അല്ല കേട്ടോ ഈ പച്ചൻ. എൻ്റെ ഫാക്ടറിയിലെ കൂലി ഞാൻ തീരുമാനിക്കും. പറ്റുന്നവൻ പണിക്ക് വന്നാൽ മതി. മുതലാളിക്കറിയാലോ, പിന്നെ? നിങ്ങൾ കൊടുക്കുന്ന കൂലി കൊണ്ട് ഒരു കാര്യത്തിന് തികയില്ലെന്ന്. സാധനങ്ങളുടെ വിലയും ജീവിത ചെലവും അത്ര കണ്ട് കൂടിയിരിക്കുകയല്ലേ? ആണോ? കേട്ടോ നേതാവേ, ഈ പച്ചൻ ഈ കയർ ഫാക്ടറി ഇല്ലേലും ഒരു ചുക്കും ഇല്ല. എൻ്റെ മക്കൾ അമേരിക്ക കിടന്ന് ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട്. അത് മതി എനിക്കും അന്നാമ്മയ്ക്കും ഒക്കെ ജീവിച്ചു പോകാൻ. പിന്നെ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾ കഞ്ഞി കുടിച്ച് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ഈ പച്ചൻ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഞാനൊരു തർക്കത്തിന് വന്നതല്ല. ഉവ്വ. ന്യായമായ വേതനവും ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും. ഉവ്വ. ഇല്ലെങ്കിൽ പിന്നെ സമരവും പ്രശ്നവും അത് വേണോ? ആട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, പക്ഷെ തീരുമാനം വേഗം വേണം. അയ്യോ, നേതാവ് വേണമെങ്കിൽ അല്ലല്ലോ ഇറങ്ങുന്നത്. എന്തിന്? മുതലാളിയുടെ കൂടി നല്ലതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഉവ്വ. തൊഴിലാളികളുടെ കൂലി കൂട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉഷാറാവും. ഓ, മുതലാളിക്ക് ലാഭവും കൂടും. എന്നാ പിന്നെ വരട്ടെ. ആട്ടെ. വാ. ഈ നേതാവിന്റെ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചോണം കേട്ടോ. ആ എന്താന്ന് വെച്ചാൽ മുതലാളി പറഞ്ഞാൽ മതി. എന്നാ ഞാനങ്ങോട്ട്. ഓ, ചാരാഷാപ്പ് പൂട്ടുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലണോ അല്ലയോ? എടാ, കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കുടിച്ചു തീർത്താൽ എങ്ങനെയാടാവുകയെ? ഓ, എന്നാ പിന്നെ കെട്ടിയോളെ ജോലിക്ക് അയക്കാൻ പറഞ്ഞാലോ? അതൊട്ട് കേൾക്കത്തുമില്ല. അവിടെ എങ്ങനെ അങ്ങടെയും കാര്യമെങ്കിലും നടന്നു പോകത്തില്ല ഇവിടെ. പട്ടിണി കിടക്കട്ടെ മുതലാളി. ആ, എൻ്റെ കൂടെ ഇറങ്ങിയപ്പോൾ ഇറങ്ങുകയും മിശി വന്നോളാ. പറഞ്ഞത് അവളോട് ഇറങ്ങിപ്പോരുമ്പോൾ പൊന്നും പണം എടുത്തുകൊണ്ട് വരണമെന്ന്. വന്നായിരുന്നെങ്കിൽ ഞാനൊന്ന് പച്ച പിടിച്ചേനെ. അത് അവള് വിചാരിച്ചില്ല. അപ്പൊ അതാ നീ കുടുംബം നോക്കാത്തതല്ലയോ? എന്നാലും ആ പിള്ളേരുടെ കാര്യം. ഓ, ഞാനൊന്ന് ഇറങ്ങും ഒരു മുതലാളി. തുള്ളി കഴിച്ചേച്ച് പോടാ. വേണ്ട. ഇവിടെ ഒരെണ്ണം അടിച്ചേച്ച് പോടാ. അല്ല മുതലാളി, ഞാനിത് കഴിക്കാറില്ല. ഓ ഞാൻ ഓ ഓ ഓ ദാസാ, ഓ ഇപ്പൊ പോയ നേതാവിനെ ഇവനെയൊക്കെ സൂക്ഷിക്കേണ്ട ഇനവാ. ആ, ആ, ആ. എങ്കിലേ നമ്മുടെ കാര്യം അങ്ങ് നടന്നു ഓ, പോകും. മുതലാളി ഒരു ഒരു ഇത്തിരി. വേണ്ടെങ്കിൽ